മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് കേരളം. വൈകിട്ട് 4 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നിർണായക യോഗം ചേരുക. പ്രദേശവാസികൾക്ക് ഭൂമിക്ക് മേലുള്ള അവകാശം എങ്ങനെ പുനഃസ്ഥാപിക്കാമെന്നാണ് സർക്കാർ പരിശോധിക്കുന്നത്. മന്ത്രിതല ഉപസമിതി രൂപീകരിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പം നിവാസികൾ. അതേസമയം മുനമ്പം ട്രൈബ്യൂണലിൽ മാധ്യമങ്ങളെ വിലക്കിയെന്ന വാർത്തയും കോഴിക്കോട് നിന്ന് വന്നിരുന്നു. നവമി ദിനേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നവമി, നിർണായക യോഗമാണ്. എത്രത്തോളം പ്രതീക്ഷയിലാണ് മുനമ്പം നിവാസികളും അവിടുത്തെ സമരസമിതിയും? വൈകുന്നേരം 4 മണിക്കായിരിക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഉന്നതതല യോഗം ചേരുന്നത്. അതിൽ നിയമ, റവന്യൂ, വഖഫ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വഖഫ് ബോർഡ് ചെയർമാനും വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുക്കും. ഇന്നത്തെ യോഗത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു യോഗമാണ്. വഖഫ് ബോർഡ് ചെയർമാൻ ഇതിനോടകം തന്നെ നിലപാട് വ്യക്തമാക്കിയത് നിയമപരമായി തന്നെ ഇത് മുന്നോട്ട് പോകും, മറ്റ് രീതിയിലേക്കുള്ള ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്, നിയമമാണ്, അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് വഖഫ് ബോർഡ് ചെയർമാനടക്കം വഖഫ് ബോർഡ് അടക്കം നിലകൊള്ളുന്നത്. അതേസമയം തന്നെയാണ് മുനമ്പം നിവാസികളുടെ കണ്ണീര് അത് കാണാതിരിക്കുവാനും മുഖ്യമന്ത്രിക്ക് കഴിയില്ല. വർഷങ്ങളായി ജീവിക്കുന്നവരാണ് അവിടെ. അവരുടെ ജീവനും ജീവിതവും ഒക്കെ അതിനുവേണ്ടി അത്രയേറെ കഷ്ടപ്പെട്ട് സാധാരണക്കാരായിട്ടുള്ള ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികളാണ്. അവിടെ നിന്ന് ഇറക്കിവിട്ടാൽ അവർ എങ്ങോട്ട് പോകുമെന്നൊരു ചോദ്യം വളരെ വലുതാണ്. സർക്കാർ ഒരു പുനരധിവാസം കൊടുത്താൽ തന്നെയും പക്ഷെ അത് മുനമ്പം നിവാസികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കുടിയിറക്കില്ല അവർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. പക്ഷെ ഇന്ന് ചേരുന്ന യോഗത്തിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് അവർ കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ, അതായത് റവന്യൂ, ഞങ്ങളുടെ ഇപ്പോഴത്തെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടണം, ഒപ്പം വഖഫ് ഇപ്പോൾ അവിടെ ഉന്നയിക്കുന്ന അവകാശവാദം അത് അവസാനിപ്പിക്കണം എന്നീ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ അവരുടെ ഭൂമി അവർക്ക് തന്നെ തിരിച്ചു കിട്ടും എന്ന ആത്മവിശ്വാസത്തിലാണ്. അതോടൊപ്പം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ള, വളരെ ഇതിനോടകം തന്നെ വലിയ മതപരമായിട്ടും അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണത്തിനൊക്കെ ചിലർ ശ്രമിക്കുന്നു എന്ന തരത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന രണ്ട് സമുദായങ്ങൾ ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയം കൂടി ആയതിനാൽ സർക്കാരിന് വളരെ പെട്ടെന്നൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഇന്നത്തെ യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിതല ഒരു ഉപസമിതി രൂപീകരിച്ച് തുടർ നടപടികൾക്കായി ഇന്നത്തെ യോഗം മുന്നോട്ട് പോകും. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിജിറ്റൽ സർവേക്ക് ഉള്ളൊരു സാധ്യതയുണ്ട്. അതിനും ഇന്നത്തെ യോഗം സാധ്യത തേടുകയും ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ളവർ, റവന്യൂ വകുപ്പ് ഇതിനോടകം തന്നെ മുനമ്പത്തെത്തുകയും അവരുടെ കയ്യിലുള്ള തെളിവുകളടക്കം ശേഖരിക്കുകയും ഇതുമായി ഇവർ ഈ വഖഫ് സംരക്ഷണ സമിതി കഴിഞ്ഞ ദിവസമൊക്കെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. മുനമ്പം നിവാസികളെ അവരുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടേണ്ട, പക്ഷേ അവിടുത്തെ റിസോർട്ടുകൾ കുടിയൊഴിപ്പിക്കണം, ബീച്ചുകളുടെ കാര്യത്തിൽ ഉൾപ്പെടെ അവകാശവാദം ഉന്നയിക്കുന്നു. അത്തരമൊരു സമവായ ചർച്ചയാണ് വരുന്നതെങ്കിൽ മുനമ്പത്തെ സമരസമിതി അത് അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? കഴിഞ്ഞ ദിവസം വഖഫ് സംരക്ഷണ സമിതി ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. അതിൽ അവർ പ്രധാനമായും പറയുന്നത് ഈ ഭൂമി അത് വഖഫിന്റേത് തന്നെയാണ്, ഇതിനു മുൻപുള്ള കോടതി വിധികളും അത് ശരിവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോലും വഖഫ് ഭൂമിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. അതോടൊപ്പം തന്നെ ഇത് സർക്കാരിന്റെ മുന്നിലാണ് വിഷയം നിൽക്കുന്നത്. സർക്കാർ അവിടെ ഈ ജനങ്ങളെ അവിടെ താമസിപ്പിക്കരുത്, അല്ലെങ്കിൽ ആ ഭൂമി ഒന്നുകിൽ ആരാധനാലയത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. അവിടെ ഉള്ളവരെ അവർക്ക് മറ്റു പുനരധിവാസം അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറ്റേണ്ട ഉത്തരവാദിത്തം അത് സർക്കാരിനാണ്. അങ്ങനെ തന്നെ സർക്കാർ ചെയ്യട്ടെ. ഇപ്പോൾ നടക്കുന്ന റിസോർട്ടുകൾ അടക്കമുള്ളവയെല്ലാം പൊളിച്ചു നീക്കണം. അവിടെ ഒരു ആരാധനാലയം അല്ല എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത് രണ്ടും മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. മറ്റൊരു രീതിയിലേക്ക് പോകുവാൻ വഖഫ് ബോർഡിനോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വഖഫിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്കോ തയ്യാറല്ല. സർക്കാരാണ് ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത്. മറിച്ച് സർക്കാർ അവിടെ കുടിയിറക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവിടെ മുനമ്പ നിവാസികൾ തന്നെ അവർ താമസിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ പോലും ഞങ്ങൾക്ക് അത് അനുസരിക്കുകയേ വഴിയുള്ളൂ. ബാബറി മസ്ജിദിന്റെ വിധി അത് ഞങ്ങൾ എങ്ങനെയാണോ അനുസരിച്ചത് അതുപോലെ തന്നെയായിരിക്കും ഇനി ഇതിലുള്ള തീരുമാനത്തെ ഞങ്ങൾ അനുസരിക്കുക. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇത് ഞങ്ങളുടെ വഖഫ് ഭൂമിയാണ്.
എന്ന് തന്നെയാണ് ഉപസമിതി അടക്കം പറയുന്നത്. പക്ഷേ സർക്കാരാണ് ഇനി ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത്. നിയമപരമായിട്ടുള്ള കാര്യമാണ്, നിയമമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നൊരു തീരുമാനത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ മുനമ്പൻ നിവാസികളെ സംബന്ധിച്ച് അവർ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. നമുക്കറിയാം ഇതിനോടകം തന്നെ നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. വൈകിട്ട് 4 മണിക്കാണ് നിർണായക യോഗം. മുനമ്പം ഈ ഭൂമി പ്രശ്നത്തിൽ സർക്കാരിന്റെ തീരുമാനവും കാത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുനമ്പം നിവാസികൾ. ഈ വിഷയത്തിൽ ഒരു തീരുമാനം വൈകരുത്. കാരണം ഒരുപക്ഷെ അത് നേരത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഇത് വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാം. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ എത്രയും വേഗം ഈ പ്രശ്നത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ് വേണ്ടത്. സ്പോട്ട്ലൈവ്